അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DF ഇറ ഇന്നലെ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കയ്യിൽ നിന്ന് പ്രണവ് മോഹൻലാൽ അസാമാന്യമായ പ്രകടനം കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ച ചിത്രമായിരുന്നു DF ഇറ എന്ന ചിത്രം. ആ ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം അതിനേക്കാൾ മുകളിൽ 10 കോടിയായിരുന്നു നമ്മൾ പറഞ്ഞെങ്കിലും 10,40,00,000 രൂപയാണ് ഈ ചിത്രം ഇന്നലെ വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ചെറിയ മാറ്റങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 11 കോടിയിലേക്കൊക്കെ അടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഷോകളൊക്കെ ഒത്തിരി എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു വിദേശത്ത് പോലും ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കളക്ഷനുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായാലും 10,40,00,000 രൂപയാണ് ഇതിൻ്റെ കളക്ഷനായിട്ട് നമുക്കറിയാൻ പറ്റുന്നത്. അത് പ്രീമിയർ ഷോയിൽ നിന്ന് കേരളത്തിൽ 83 ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിനം കിട്ടിയത്. ആദ്യ ദിനം 2 ഷോയുള്ളായിരുന്നു, ഏകദേശം 144 ഷോയുള്ളൂ. അതിൽ നിന്ന് കിട്ടിയത് 83 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ ഇത് കളക്ട് ചെയ്ത് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്ത് 3,85,00,000 രൂപയായിരുന്നു. അങ്ങനെ 4,68,00,000 രൂപയായിരുന്നു കേരളത്തിലെ കളക്ഷൻ. 4,68,00,000 രൂപ. അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് 17 ലക്ഷം രൂപയായിരുന്നു പ്രീമിയർ ഷോയിൽ നിന്ന്. 65 ലക്ഷം രൂപ ആദ്യ ദിനം കളക്ട് ചെയ്തു. മികച്ച കളക്ഷൻ തന്നെ അല്ലേ. അങ്ങനെ 5,50,00,000 രൂപയായിരുന്നു ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്ത്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്ത് 10,40,00,000 രൂപ. അതായിരുന്നു ഇന്നലത്തെ കളക്ഷനെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെ ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തേക്കാൾ മികച്ച കളക്ഷൻ ഇന്ന് ഒരുപക്ഷെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇന്ന് കേരളത്തിൽ വർക്കിംഗ് ഡേ അല്ല, സ്കൂളുകൾക്കൊക്കെ ഇന്ന് അവധിയാണ് അല്ലേ. പൊതുവെ അവധിയാണ്. അവധി ദിവസങ്ങൾ സാധാരണ കളക്ഷൻ കൂടാനാണ് സാധ്യത. എപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ഉച്ച സമയം നേരത്തും 12,000 13,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. രാവിലെയൊക്കെ അത് 15ഉം 16ഉം ഒക്കെ വരുന്നത് നമ്മൾ കണ്ടു. അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പം ഈ ലെവൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും 1.5-2 ലക്ഷം റേഞ്ചിൽ തന്നെ ടിക്കറ്റ് വിൽപ്പന ബുക്ക് മൈ ഷോയിലൂടെ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കളക്ഷൻ തന്നെ ഇന്നും പ്രതീക്ഷിക്കാവിടെ. ചിലപ്പോൾ അതിൽ കൂടി നിൽക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് ഈ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 21 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലത്തേക്കാൾ കളക്ഷൻ കൂടാനാണ് സാധ്യത. നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്തു നോക്കിയാൽ തിയേറ്ററിലെ റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കുമ്പോഴും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇത് 21 കോടി മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. നാളെയും മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നപ്പോൾ ഇന്നത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു വൈകുന്നേരത്തോളമൊക്കെ ട്രാക്കിംഗ് കളക്ഷനൊക്കെ അറിയാൻ പറ്റും എന്ന് തോന്നുന്നു. ഏതായാലും 10 കോടി രൂപയ്ക്ക് മുകളിൽ കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കും. കാരണം കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും ഇന്ത്യയിലൊട്ടാകെയും അതുപോലെ വിദേശ രാജ്യങ്ങളിലും എല്ലാം ഈ ചിത്രം റിലീഫായിടത്തെല്ലാം മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു ഹൊറർ ചിത്രമാണ്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഏത് ഭാഷയിലും അത് വമ്പൻ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം DF ഇറയുടെ പുതിയ അപ്ഡേറ്റിന് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുവരെ ഓക്കെ ബൈ.